നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള ചെറിയ സാധ്യതകൾ പോലും തേടുക. അല്ലാതെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം എന്താണെന്ന് തീരുമാനിക്കാൻ പോവല്ല ചെയ്യുന്നത്. സ്വപ്നമാണ് നമ്മളെ ഈ പണത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. അതിനുള്ള ഇന്ധനം മാത്രമാണ് പണം. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ ഒന്നുമല്ല കേട്ടോ. നമ്മളൊരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യൻ മണി മാത്രമേ ഉള്ളൂ. അപ്പോൾ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് എക്സ്ചേഞ്ചിൽ പോയിട്ടൊന്ന് മാറ്റിത്തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആകെ 5 റിയാലും 1 റിയാലും 100 പൈസയും 50 പൈസയാണ്. പിന്നെ ഒമാനിൽ ബാക്കിയുള്ളത് 10 റിയാലും 20 റിയാലും 50 റിയാലുമാണ്. ഇൻഷാ അല്ലാ അത് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും ഒമാൻ്റെയും ആയിട്ട് ഒരു ദിവസം നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ എക്സ്ചേഞ്ചിലേക്ക് പോകാമെന്ന് വെച്ചു. പക്ഷേ എക്സ്ചേഞ്ചിൽ പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു സഹോദരൻ 1 ജനുവരി നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ മണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല. നമ്മൾ എക്സ്ചേഞ്ച് വരെ പോയിരുന്നു. ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വെച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ബംഗ്ലാദേശിലെ സ്വദേശിയും നമ്മുടെ സബ്സ്ക്രൈബറുമായ ഒരു സഹോദരൻ നമ്മളവിടെ ഇറക്കി തന്നു. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിലെത്തി. എക്സ്ചേഞ്ച് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ്ചേഞ്ചിൽ നമ്മൾ പോയപ്പോൾ അവിടെയും നമ്മുടെ സബ്സ്ക്രൈബർ, എവിടെ പോയാലും നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ട്, മലയാളി ഉണ്ട്. ഇദ്ദേഹം മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോ കാണലുണ്ട്, ഭയങ്കര സന്തോഷമൊക്കെ അറിയിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒമാനി റിയാലിന് ഇന്ത്യൻ്റെ പൈസ എത്രയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഇത്ര പൈസയ്ക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ സംസാരിച്ചുകൊണ്ട്. പക്ഷേ അത് കൊടുക്കാൻ പറ്റിയില്ല, മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് എല്ലാം ചെയ്യണം. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് 3 രാജ്യങ്ങളുടെയും കറൻസികളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടാറ്റ.